ഹായ് ഓൾ, വെൽക്കം ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പ്രോഡക്റ്റ് ലൈൻ ആൻഡ് പ്രോഡക്റ്റ് മിക്സ്. ഓക്കെ, ഇത് ഈസിയാണ്, പക്ഷെ ചില സമയത്ത് നമ്മൾക്ക് കേൾക്കുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. സോ ഫസ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. പ്രോഡക്റ്റ് ലൈൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രോഡക്ട്സ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ്, അതിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഐദർ ബിക്കോസ് ദേ സാറ്റിസ്ഫൈ എ ക്ലാസ് ഓഫ് നീഡ് or used together or sold to same customer group, are marketed through the same type of outlets, or fall within the given price ranges, or that are considered a unit because of marketing, technical or end use consideration. അത് വേരിയസ് റീസൺസ് കൊണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആവാം. ചിലപ്പം അത് യൂസ് ചെയ്യുന്നത് ഒരുമിച്ചായതുകൊണ്ട് അത് ഒരു പ്രോഡക്റ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ സെയിം കസ്റ്റമർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരേ ടൈപ്പ് ഓഫ് ഔട്ട്ലെറ്റിൽ വിൽക്കുന്നതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ലൈൻ ആവാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ലൈന് വേണ്ടി ബേബി കെയർ, അതായത് ബേബി കെയർ പ്രോഡക്റ്റ്സ് ഒരു പ്രോഡക്റ്റ് ലൈൻ ആണെന്ന് വിചാരിക്കാം. ദെൻ വുമൻസിൻ്റെ സെക്ഷൻ അടുത്തൊരു പ്രോഡക്റ്റ് ലൈൻ ആണെന്ന് വിചാരിക്കാം. ദെൻ അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ളത് അടുത്തൊരു സെക്ഷൻ എന്ന് വിചാരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ്, അതിപ്പോൾ എന്താണ് കസ്റ്റമർ ഗ്രൂപ്പിൻ്റെ ബേസിലാണ്. ഓക്കെ, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ലൈൻ ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് എന്നുള്ളതാണ് പ്രോഡക്റ്റ് ലൈന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് കൺസെപ്റ്റ് വരുന്നതാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് മിക്സ്. സോ പ്രോഡക്റ്റ് മിക്സ് റെഫേഴ്സ് ടു all the products offered by a particular seller. ഓക്കെ, എല്ലാ പ്രോഡക്ട്സും ആ ഒരു പെർട്ടിക്കുലർ സെല്ലർ ഓഫർ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഉള്ളതാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ നമുക്ക് നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് ഒക്കെ കാണാറുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് ആൻഡ് ഐറ്റംസ് അങ്ങനെയും കാണാറുണ്ട്. പക്ഷെ പ്രോഡക്റ്റ് മിക്സ് എന്ന് വെച്ചാൽ ഇതാണ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ സെല്ലർ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോഡക്റ്റ് മിക്സിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് കുറച്ച് നാരോ കൺസെപ്റ്റാണ്, അതായത് പ്രോഡക്റ്റ് മിക്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ദെൻ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു വൈഡർ കോൺസെപ്റ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി പ്രോഡക്റ്റ് മിക്സ് പറയുമ്പം നമുക്ക് മെയിനായിട്ടും 3 കോമ്പണൻസ് ആണ് പ്രോഡക്റ്റ് മിക്സിൽ പറയാനുള്ളത്. അതിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്, അതിൻ്റെ ഡെപ്ത്ത് ആൻഡ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഫസ്റ്റ് നമുക്ക് ബ്രെഡ്ത്ത് ഓർ വിഡ്ത്ത്, അതിൻ്റെ ബ്രെഡ്ത്ത് എന്താണെന്ന് നോക്കാം. ബ്രെഡ്ത്ത് ഈസ് ദ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് ഫൗണ്ട് വിത്തിൻ ദ കമ്പനി. അപ്പം ആ ഒരു കമ്പനീൻ്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻസിനെയാണ് നമ്മൾ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, Bajaj Electrical offers variety of electrical appliances such as fans, mixers, lamps, etc. ഓക്കെ, അപ്പം ആ ഒരു നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻസിനെയാണ് നമ്മൾ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തതാണ് ഡെപ്ത്ത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ആവറേജ് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫേർഡ് ബൈ എ കമ്പനി വിത്തിൻ ഈച്ച് പ്രോഡക്റ്റ് ലൈൻ. അപ്പം ഒരു പ്രോഡക്റ്റ് ലൈനിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സെല് ചെയ്യുന്ന ആവറേജ് നമ്പർ ഓഫ് ഐറ്റംസിനെയാണ് നമ്മൾ ഡെപ്ത്ത് എന്ന് പറയുന്നത്. അസോർട്ട്മെൻറ്റ് ഓഫ് സൈസ്, കളേഴ്സ്, മോഡൽസ് ഓഫേർഡ് വിത്തിൻ ഈച്ച് പ്രോഡക്റ്റ് ലൈൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്സ് തന്നെ എടുക്കുക. സോപ്സ് ഡിഫറെൻറ്റ് കളറുള്ള സോപ്പാവാം, ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള, ഇപ്പം ജാസ്മിൻ, ദെൻ റോസ്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള സോപ്സ് ആവാം. ഇനി ബേബി കെയർ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഡ്രസ്സസ് ആവാം. ദെൻ ഡ്രസ്സസിൽ തന്നെ ചെറിയ ഡ്രസ്സ്, പിന്നെ ഉടുപ്പ് പോലത്തെ ഡ്രസ്സ്, ജനിച്ച പാടെയുള്ള കുട്ടികളുടെ അങ്ങനത്തെ. ഓക്കെ, അപ്പം ആവറേജ് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫേർഡ് ബൈ ദി കമ്പനി വിത്തിൻ ഈച്ച് പ്രോഡക്റ്റ് ലൈൻ. ഇനി നെക്സ്റ്റ് വരുന്ന കോമ്പണൻ്റ് ആണ് കൺസിസ്റ്റൻസി. ഓക്കെ, so it refers how closely related various product lines are in terms of consumer behavior, production requirements, distribution channels or in some other way. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ലൈൻസ് ഒക്കെ എങ്ങനെയാണ് ക്ലോസ്ലി റിലേറ്റഡ് ഇൻ ടേംസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിന് അനുസരിച്ചിട്ടാണോ അവിടുത്തെ പ്രോഡക്റ്റ് ലൈൻസ്. അതുപോലെ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ്,
ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണോ പ്രോഡക്റ്റ് ലൈൻസ് ഉള്ളത് എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോഡക്റ്റ് ലൈൻ ആൻഡ് പ്രോഡക്റ്റ് മിക്സിൻ്റെ ഉള്ളിൽ നോക്കാനുള്ളത്. ചെറിയൊരു ടോപ്പിക്കാണ്. പ്രോഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ദെൻ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ ഓൾ ദി പ്രോഡക്ട്സ് ഓഫേർഡ് ബൈ എ പർട്ടിക്കുലർ സെല്ലർ. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രോഡക്റ്റ് മിക്സിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ് പ്രോഡക്റ്റ് ലൈൻ. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്